അടുത്ത് വന്നിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത് റീഡിങ് എടുത്ത് എനിക്ക് ആൻസർ ശരിയാണെന്ന് കൂടി അറിയാൻ പാടില്ല, പക്ഷെ എനിക്ക് കോൺകേവ് ലെൻസിനെ പറ്റി എന്തൊക്കെ അറിയാമെന്ന് അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നടുക്കുന്നാണോ അറ്റത്തുനിന്നാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മിക്കപ്പോഴും ഞാൻ ആബ്സെന്റ് ആയിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് പബ്ലിക് എക്സാം പ്രാക്ടിക്കലിൻ്റെ റിവ്യൂ ആണ്. റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് മോഡലിനെ പറ്റി സംസാരിക്കാം. മോഡൽ എനിക്ക് ഫസ്റ്റ് ഇയറിൽ വന്നത് വെർനിയർ കാലിപ്പേഴ്സും സെക്കൻഡ് ഇയറിൽ കോൺകേവ് ലെൻസാണ്, അതായത് കോമ്പിനേഷൻ കോണ്ടാക്ട് മെത്തേഡ്. ആ ഒരു എക്സ്പെരിമെൻ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. കോൺകേവ് ലെൻസ് ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വാല്യൂസൊക്കെ കറക്റ്റായി. പക്ഷേ വെർനിയറിൽ എനിക്ക് കാൽക്കുലേഷൻസിൽ തെറ്റുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അധികം നാളില്ല പബ്ലിക്കേഷൻ തുടങ്ങും. അപ്പോൾ മിസ് പറഞ്ഞാൽ എവിടെ തെറ്റിയെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ അങ്ങനെ വഴക്ക് പറയുക അങ്ങനെ നമുക്കൊന്നും ഭയങ്കര സ്ട്രെസ്സായിട്ടൊന്നും തോന്നില്ല, മോഡൽ എക്സാം അല്ലേ. അതിനുശേഷം എക്സാംസൊക്കെ തുടങ്ങി. എനിക്ക് തോന്നുന്നു 3 ദിവസം, വെള്ളി ശനി ഞായർ എനിക്ക് 3 ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു ഫിസിക്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങാൻ. പക്ഷെ ഞാൻ അതുവരെ അവസാന നിമിഷം വരെ തത്തിക്കളിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നേച്ച്. അവസാന നിമിഷമാണ് ഞാൻ മര്യാദക്ക് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. എക്സ്പെരിമെൻറ്റിൻ്റെ എയിമും അപ്പാരറ്റസും ഇതെല്ലാം ജസ്റ്റ് എല്ലാം ഒന്ന് എഴുതി നോക്കി. ഡയഗ്രാം ഉള്ളതിലൊക്കെ ഡയഗ്രാമും പിന്നെ ഓംസ് ലോ. പ്രാക്ടിക്കലിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ പ്രാക്ടിക്കലിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്നിട്ടില്ല. മിക്കപ്പോഴും ഞാൻ ആബ്സെൻ്റ് ആയിരിക്കും. ഫിസിക്സ് പ്രാക്ടിക്കലിലാണ് ഞാൻ മിക്കപ്പോഴും ആബ്സെൻ്റ് ആയിരിക്കും. 2-3 എക്സ്പെരിമെൻറ്റ് മാത്രം ഞാൻ ഉള്ളപ്പോൾ, അതായത് ഞാൻ എക്സ്പെരിമെൻറ്റ് ഞാൻ ചെയ്തിട്ടുള്ളൂ. പെൻഡിങ് ഉള്ളവർ സെപ്പറേറ്റ് ആയിട്ട് അവസാനം കയറിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഞാൻ വാല്യൂസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളത് ബാക്കിയുള്ള എക്സ്പെരിമെൻറ്റിന്. അപ്പോൾ ആകെ സ്ക്രൂ ഗേജ് ചെയ്തതും വെർനിയർ ചെയ്തതും സിമ്പിൾ പെൻഡിലും ചെയ്തതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഹെലിക്കൽ ചെയ്തത് ഓർമ്മയുണ്ട്. റെസോണൻസ് കോളമൊക്കെ എനിക്ക് എന്താണെന്നും കൂടി അറിയാൻ വേണ്ടി ഞാൻ അവസാനം ക്ലാസ്സൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്ത് നോക്കിയിട്ടില്ല. വാല്യൂസ് സ്കൂളിലത്തെ റെസോണൻസ് കോളത്തിൽ ഏതാ വാല്യൂ എന്നൊന്നും എനിക്കറിയില്ല. അവസാനം ഞാനത് കാണാപ്പാടം പഠിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു എക്സാമിന്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് പബ്ലിക് എക്സാം. അപ്പോൾ ഇന്നത്തെ എക്സാമിൽ ഹാൾ ടിക്കറ്റൊക്കെ മിസ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്പറൊക്കെ എഴുതിയെടുത്തു. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിങ്ങനെ കുറേ ഇങ്ങനെ വെച്ചിട്ട് നമ്മളായിട്ട് ചൂസ് ചെയ്യണമല്ലോ. അപ്പം ഏതെടുത്താലും സിമ്പിൾ എടുത്താലും പാടുള്ളെടുത്താലും ഇത് ഞാൻ തന്നെ എടുത്തതാണല്ലോ എന്നുള്ളൊരു തോട്ട് നമുക്കുണ്ടാവും. അപ്പം ഞാൻ അവിടെ കണ്ടതിൽ ഡേ എന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് എടുത്ത് നോക്കിയപ്പോഴേക്കും മോഡലിനുള്ള സെയിം ക്വസ്റ്റ്യൻ, മോഡലിൽ ഞാൻ എഴുതിയ സെയിം ക്വസ്റ്റ്യൻസ്, കോൺകേവ് ലെൻസും വെർനിയർ കാലിപ്പേഴ്സും. പക്ഷെ വെർനിയറിൽ ഞാൻ മോഡൽ എക്സാമിന് സിലിണ്ടർ ചെയ്തത് മെറ്റൽ സിലിണ്ടർ ആണെങ്കിൽ ഇതിലെനിക്ക് റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. അപ്പം ഞാൻ കൊള്ളാല സംഭവം. ഗ്രാഫും ഇല്ല, ഞാൻ ഗ്രാഫ് വരലേന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഗ്രാഫും ഇല്ലാത്തൊരു 2 എക്സ്പെരിമെൻ്റ് വന്നേക്കണം. അങ്ങനെ സന്തോഷമായി, ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ സന്തോഷമായി. അവസാനം അത് ഞാൻ ചെയ്ത് നമ്മൾ എയിം, അപ്പാരറ്റസ്, പ്രിൻസിപ്പിൾ ഇത്ര എഴുതി കൊണ്ടുപോയി കാണിച്ചപ്പോഴേക്ക് ഞാൻ ഡയഗ്രാം വരക്കാൻ മറന്നുപോയി. അതായത് കോണ്ടാക്ട് മെത്തേഡിൻ്റെ ഡയഗ്രാം വരക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ മിസ് പറഞ്ഞ് ഡയഗ്രാം എഴുതിയിട്ട് ചെയ്തു തുടങ്ങിക്കോന്ന് പറഞ്ഞ്. ചെയ്തു തുടങ്ങി. എനിക്ക് ആദ്യം ഞാൻ മെഷർ ചെയ്തപ്പോഴേക്കും സ്ക്രീനിൻ്റെ നടുക്കുന്നാണ് ലെൻസ് സ്റ്റാൻഡിൻ്റെ നടുക്കുന്നാണ് വാല്യൂ എടുക്കണ്ട, ലൈക്ക് നടുക്കുന്നാണോ അറ്റത്തുനിന്നാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. എന്നിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ടാകുന്ന ഞാൻ പെൻസിൽ വെച്ച് ഞാൻ എഴുതി. പക്ഷേ മിസ് എന്നിട്ട് പറഞ്ഞ, മിസ് സൈഡിൽ വന്ന് ഞാൻ റീഡിങ് എടുക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ മിസ് എന്നിട്ട് പറഞ്ഞ റീഡിങ് എടുത്തതെന്ന് പറഞ്ഞു. മിസ്സിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ 20 25 എടുത്തതെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ മിസ്സിൻ്റെ മുമ്പിൽ വെച്ചെടുത്തപ്പോൾ എനിക്ക് 16, പക്ഷെ ഞാൻ അവിടെ എഴുതിയത് 20. അപ്പോൾ ഞാൻ രണ്ടാമത് ഒന്നുകൂടെ എല്ലാം ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ പെൻസിൽ വെച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിസ് ഇത് പെന്നുകൊണ്ട് തന്നെ എഴുതിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ച് ലൈക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കി. ഞാൻ ഓൾറെഡി കോൺവെക്സ് ലെൻസിൻ്റെ മാത്രമായിട്ട് നമ്മൾ ആദ്യം ചെയ്യണമല്ലോ, പിന്നെയാണ് കോണ്ടാക്ട് ചെയ്ത് ലൈക്ക് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ റീഡിങ് എടുക്കണം. കോൺവെക്സ് ലെൻസ് ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട്, പക്ഷെ എനിക്കൊരു ഉറപ്പില്ലാണ്ട് ഞാൻ ചെയ്തുകൊണ്ട് പെൻസിൽ വെച്ചൊക്കെ ചെയ്തിട്ട് ഞാൻ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ രണ്ടാമതെല്ലാം ചെയ്ത് രണ്ടാമത് റീഡിങ് എടുത്ത് ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ട് സെക്കൻഡ് എക്സ്പെരിമെൻറ്റോട്ട് കിടക്കുന്നതിന് മുമ്പ് മിസ്സിനെ കാണിക്കണം, എക്സ്റ്റേണൽ ഇൻവിജിലേറ്ററിനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മിസ്സിനെ കാണിച്ച മിസ് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ വാല്യൂ മൈനസ് ആയെന്ന് വെച്ചാൽ, ഞാൻ ലൈക്ക് ക്ലാസ്സിലൊക്കെ കണ്ടുകൊണ്ട് എനിക്കറിയാവുന്ന പോലെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആൻസർ പറയാൻ വേണ്ടി. ഞാൻ പറഞ്ഞു കോൺകേവ് ലെൻസ് ഡൈവേർജിങ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് ആൻസർ ശരിയാണെന്നും കൂടി അറിയാൻ പാടില്ല, പക്ഷെ എനിക്ക് കോൺകേവ് ലെൻസിനെ പറ്റി എന്തൊക്കെ അറിയാമെന്ന് അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലൈക്ക് എന്തുകൊണ്ടാണ് കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെൻത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി കോൺവെക്സ് ലെൻസിനായിട്ട് കോണ്ടാക്ട് ചെയ്യിപ്പിക്കണേ. ഞാൻ ലൈക്ക് ഡൈവേർജിങ് ഇമേജ് ആണ് തന്നത്, അതുകൊണ്ട് ആണ് നമ്മളിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു.
ആൻഡ് അത്രയൊക്കെ ഉള്ളൂ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി ഇതുവരെ ഉള്ള വൈവ വെച്ചിട്ട്. അതുപോലെ തന്നെ ടീച്ചറാണെങ്കിലും ലൈക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആൻസർ കാണിച്ച് ഓക്കെ പറഞ്ഞു. ലൈക്ക് കാൽക്കുലേഷനൊന്നും തെറ്റില്ല. ലൈക്ക് അതിന് എനിക്കൊരു കോൺഫിഡൻസ്, കാരണം മോഡലിൽ എനിക്കത് ശരിയായിരുന്നു. പിന്നെ നമ്മൾ വെർണിയറിലോട്ട് വന്ന്, വെർണിയറിൽ എനിക്ക് റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിരുന്നു. അപ്പോൾ വെർണിയറിൽ വിഡ്ത്തും ബ്രെഡ്ത്തുമായിട്ട് എനിക്ക് മാറിപ്പോകും. അതായത് ഏകദേശം സിമിലർ വാല്യൂ ആണ് ഞങ്ങളുടെ സ്കൂളിൽ ഇരിക്കുന്ന റെക്റ്റാങ്കുലർ ബ്ലോക്കിന്. അപ്പോൾ ഞാൻ മറ്റേത് 1.2 ആണെങ്കിൽ അല്ലെങ്കിൽ 1.2 ആണെങ്കിലും എന്താണ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ ഞാൻ ചെറിയ വാല്യൂ എപ്പോഴും ഹൈറ്റ് ആയിരിക്കും എന്ന് ഓൾറെഡി ഇങ്ങനെ ഓർത്ത് വെച്ചിട്ടാണ് പോയത്. എന്നിട്ട് നമ്മൾ ചെയ്ത് SR അതൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ലീസ്റ്റ് കൊണ്ടൊക്കെ ഓൾറെഡി നമ്മൾ എഴുതിയിട്ട് കൊടുത്തിട്ട് പിന്നീടാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ ചെയ്യണതിൻ്റെ ഇടയിൽ മിസ് വൈവ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ലീസ്റ്റ് കൗണ്ട്. അപ്പം ഞാൻ ലീസ്റ്റുടെ ഡെഫിനേഷനൊക്കെ പറഞ്ഞ് മിസ് പറഞ്ഞു ഈ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ 15 സെൻറ്റിമീറ്ററുള്ളൊരു സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്തായിരിക്കും. അപ്പോൾ അവസാനം ചിന്തിക്കാണ്ട് തന്നെ മിസ് പറഞ്ഞ് നമ്മുടെ കണ്ണിൽ നോക്കിക്കുമ്പോൾ നമ്മൾക്ക് ചിന്താശേഷിയൊക്കെ പോകും. അപ്പോൾ നമ്മൾ 1 സെൻറ്റിമീറ്റർ ആണ് മിസ്. അല്ല ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം നമ്മൾ മില്ലിമീറ്റർ പറഞ്ഞു. അപ്പോൾ വെർണിയറിൻ്റെ എന്താണ്, അപ്പോൾ വെർണിയറിൻ്റെ ഡിവിഷൻസ് ഒക്കെ അല്ലേ, ആ ഒരു വര അതല്ലേ, അത് എത്രയാണ്. ഞാനവിടെ വേണ്ടൊക്കെ സ്ഥലത്തിൽ പ്രിൻസിപ്പിൾ ഇത് വെച്ചിട്ടുണ്ട് ലീസ്റ്റ് കൗണ്ടിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.01 സെൻറ്റിമീറ്റർ ആണെന്ന്. അപ്പോൾ എനിക്ക് അത് വന്നില്ല. എന്നിട്ട് അവസാനം മിസ് വെച്ച് എന്താണ് വോളിയമിൻ്റെ SI യൂണിറ്റ് എന്താ, ഞാൻ മീറ്റർ ക്യൂബ്. ഓക്കെ, അത് കഴിഞ്ഞ് പോയി. ലീസ്റ്റ് കൗണ്ട് ഞാൻ എന്നാലും പറഞ്ഞു തോന്നണം അവസാനം എന്തോ. മിസ് ഇങ്ങനെ ആൻസറിലോട്ട് എത്താൻ വേണ്ടി നമ്മളോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം നമ്മൾ ബ്രെയിൻ പ്രോസസ്സ് ചെയ്ത് വരും ആൻസറിലേക്ക്. അത്രയും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മിസ് ഇങ്ങനെ ഓരോരോ റാപ്പിഡായിട്ട് ചോദിക്കുമ്പോഴും നമ്മൾ ടെൻഷനാവണേ, മാർക്ക് പോകുക. അങ്ങനെ അവസാനം നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. കാൽക്കുലേഷൻസ് ആണെങ്കിലും നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിട്ട് എന്നാലും എനിക്ക് തെറ്റിപ്പോകുമെന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പം മിസ് ഇങ്ങനെ സെൻറ്റിമീറ്ററിലുള്ളതാണല്ലോ അതൊക്കെ നമ്മൾ 10⁻² × 10⁻⁻² ടൈമിലേക്ക് നമുക്ക് അത് മീറ്ററിലേക്ക് ആകും. അപ്പോൾ കാൽക്കുലേഷനിലെ ആ ഒരു സംഭവം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ × 10⁻⁻6 കിട്ടണം. അതെന്ന് ഞാൻ ഓൾറെഡി ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ റെക്കോർഡിലൊക്കെ നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ 10⁻⁻6 ആൻസർ എന്നുള്ളൊരു മനസ്സിലുണ്ട്. അങ്ങനെ ആ ഒരു വാല്യൂ കണ്ടപ്പോൾ തന്നെ സമാധാനം. പിന്നെ ഞാൻ രണ്ടാമത് ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലൈക്ക് വേറൊരു കൊച്ചുണ്ടായിരുന്നു, അവളും ഞാനും കൂടി രണ്ടുപേരും കൂടിയാണ് പോയത്. അവർക്ക് റെസോണൻസ് അങ്ങനെ എന്തോ കിട്ടിയത്. ആദ്യം കഴിഞ്ഞ് ഒരു 9:35 ആ ടൈം ആയപ്പോഴാണ് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് ഞാനൊരു 11:20 ആയപ്പോൾ കഴിഞ്ഞ്. അതന്നെ 11:20 ആയപ്പോൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണം. എനിക്ക് ആദ്യം പോകാനൊരു മടി. അങ്ങനെ അവൾ പോയി കണ്ട് ഞാൻ പോയി എടുത്ത് പേപ്പറിൽ ടൈ ചെയ്യാൻ വേണ്ടി ത്രെഡ് ആർക്കും പ്ലേസിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ. അപ്പോൾ ത്രെഡ് പോയി എടുത്ത് ടൈ ചെയ്ത് എന്നിട്ട് അവസാനം റിസൾട്ടൊക്കെ എല്ലാം എഴുതിയിട്ടുണ്ടെന്നൊക്കെ നോക്കി മിസ്സിന് കൊടുത്ത് എൻ്റെ മുമ്പ് വെച്ച് രണ്ടും ടിക്ക് ചെയ്ത് ലൈക്ക് ഫൈനൽ ആൻസർ ടിക്ക് ചെയ്തിട്ടുണ്ടായി റിസൾട്ട്. അപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായി. ആൻഡ് ഫോർ മീ ഫിസിക്സ് എക്സാം സിമ്പിളായിരുന്നു. കാരണം എനിക്ക് മോഡൽ തന്നെ വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഗ്രാഫ് ഉണ്ടായില്ല, ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം എനിക്ക് സിമ്പിളായിട്ട് തോന്നി. ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വൈവ ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ ഇൻവിജിലേറ്റർ ഇത്തിരി സ്മാർട്ട് ആയതുകൊണ്ട് വൈവ ക്വസ്റ്റ്യൻസൊക്കെ ഇത്തിരി അടിപൊളിയായിട്ട് ചോദിക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. നിങ്ങളുടെ പബ്ലിക് എക്സാം കഴിഞ്ഞോ, അല്ലെങ്കിൽ ഇനി എത്ര എക്സാമും കൂടി ബാക്കിയുണ്ട്? ഇതുവരെയുള്ള എക്സാമുകളൊക്കെ സിമ്പിളായിരുന്നു എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്ക് അറിയാവുന്ന വല്ല ഡൗട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ